ഹായ് ഓൾ, നിഹ പ്രോ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു സ്റ്റിച്ചിങ് വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആർക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കട്ടോ. പിന്നെ നിങ്ങളുടെ വിലയിരുത്തലുകളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മൾ വ്ളോഗ് മാത്രമല്ല ഒരുപാട് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കുക. കൂടെ തന്നെ നമ്മൾ കസ്റ്റമൈസ്ഡായിട്ട് ഫ്രോക്കും സ്കേർട്ടും ടോപ്പൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്കേർട്ടും പിന്നെ അതിലേക്കുള്ളൊരു ബ്ലൗസുമാണ് കേട്ടോ. പ്ലീറ്റഡ് സ്കേർട്ടും പിന്നെ നോർമൽ ക്രോപ്പ് ടോപ്പും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് ചെറിയൊരു സ്ലീവും കൂടി വെക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതേ രീതിക്കൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നോട് സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾ ചോദിച്ചു, സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റിച്ചിങ് എളുപ്പമാണോ അതോ ബുദ്ധിമുട്ടാണോ, ഇത് പഠിക്കണ്ടില്ലായിരുന്നു, പിന്നെ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങണ്ടില്ലായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടോ, എന്താ നിങ്ങൾക്ക് പിന്നെ അതിനെക്കുറിച്ച് പറയാനുള്ളത്, എനിക്കത് പഠിക്കണമെന്ന് താല്പര്യമുണ്ട്, അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ. നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ സ്റ്റിച്ചിങ് ചെയ്യാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷേ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു സാധനം അതൊരു കസ്റ്റമർക്ക് കറക്റ്റ് ഫിറ്റും കറക്റ്റ് ലെങ്ത്തും അവരെങ്ങനെയാണോ പറയുന്നത് ആ ഒരു രൂപത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അത്ര മാത്രമേ ഞാൻ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് ഒരു കസ്റ്റമർ ഒരു മോഡൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതേ രൂപത്തിൽ അവർ പിന്നെ അതിലും പിന്നെ ഒരു കസ്റ്റമൈസേഷൻ ഉണ്ടാവും കേട്ടോ. ഒരു ഫ്രോക്ക് വിട്ടെന്ന് കണ്ട് പിന്നെ അതിൻ്റെ കുറേ കാര്യങ്ങൾ, ആ സ്ലീവ് അങ്ങനെ വേണ്ട ഇങ്ങനെ മതി, പിന്നെ ഇതിൻ്റെ ബോഡി പാർട്ട് ഇങ്ങനെ, ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് ഇങ്ങനെ എന്നൊക്കെ ഉള്ളത് കസ്റ്റമർ പറയും. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടെന്ന ഫോട്ടോയെ ആവില്ല നമ്മൾ ചെയ്ത് കഴിയുന്ന സമയത്ത്. കാരണം അതിലും കസ്റ്റമൈസേഷൻ വരികയല്ലേ, അപ്പോൾ അതിനെക്കാട്ടിലും വ്യത്യാസമാവില്ലേ ഈ ഒരു ഫ്രോക്ക്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ് ഈ ഒരു സ്റ്റിച്ചിങ് ഫീൽഡ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ഏർണിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ചെയ്യലൊക്കെ ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ജോലിക്ക് പോകുക എന്നുള്ളത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് പഠിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറമേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് പിന്നെ നമ്മുടെ മക്കളെ ആവശ്യങ്ങൾക്ക് അതൊക്കെ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതിനൊന്നും നമുക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കയ്യിലൊക്കെ ഓൾഡ് ആയിട്ടുള്ള ഒരുപാട് ക്ലോത്ത്സ് പിന്നെ സ്റ്റോക്ക് ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ നിന്ന് മക്കൾക്ക് ഇടാൻ വേണ്ടിയിട്ടെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ആ ഒരു രീതിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുകയും ചെയ്യാം. പിന്നെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, പുറത്ത് പോയി ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ സന്തോഷമായിരിക്കും നമ്മൾ വീട്ടിലിരുന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. അതിപ്പോൾ ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മുടെ കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും പിന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. അത് നമ്മൾ വീട്ടിലിരുന്നിട്ടാണ് ഈ ഒരു ഏണിങ്സ് ഉണ്ടാക്കുന്നത് എന്നുള്ള ആ ഒരു പ്രാധാന്യമാണ് നമ്മൾ പിന്നെ ആ ഒരു ഫീൽഡിന് കൊടുക്കുന്നത് കേട്ടോ. വീട്ടിലിരുന്നിട്ടാണല്ലോ ഞാൻ ഈ ഒരു രീതിക്ക് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു സന്തോഷം നമുക്ക് എന്തായാലും ഉണ്ടാവും. കാരണം നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇരിക്കുന്നത് അല്ലേ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് തന്നെ തീർത്തതിന് ശേഷം എനിക്കത് ചെയ്ത് തീർക്കാനുണ്ടല്ലോ, എനിക്കിത് ചെയ്ത് തീർക്കാനുണ്ടല്ലോ എന്നുള്ള ആ ഒരു ലക്ഷ്യം കൂടി നമ്മൾ ഓരോ ദിവസത്തിനും ഉണ്ടാവും. രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മൈൻഡിൽ അതായിരിക്കും, ഇന്നത്തെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് തീർക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കണം, ഈ ഒരു ഡ്രസ്സിന് കൊടുക്കണം, അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരിക്കില്ല. അപ്പോൾ രാവിലെ തന്നെ എണീക്കുന്ന സമയത്ത് നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. ഇന്ന് ഇത്ര കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാനുണ്ടാവുക. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ ക്ലോത്തൊക്കെ എടുത്തിട്ട് ഓരോ മോഡലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കട്ടോ. വെറൈറ്റി ഒക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പുറത്തുനിന്നുള്ള ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വേറെ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുക. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റിച്ചിങ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഒരു സ്ത്രീക്ക് ഏറ്റവും നല്ലൊരു ഫീൽഡായിട്ടുമാണ് എനിക്കിതിനെ തോന്നിയിട്ടുള്ളത്.
അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, പിന്നെ മൈൻഡിൽ എവിടേക്കോ ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ ഇറങ്ങുക. പിന്നെ എന്തായാലും നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു സ്റ്റേജിലെത്തും എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഞാനൊന്നും ഈ ഒരു രീതിക്ക് എത്തുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല കേട്ടോ. പുറമേ ഉള്ള ഒരാൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള കാര്യമില്ല. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓൺലൈനായിട്ട് നമുക്ക് ഓർഡേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ്ങിനോട് ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുക, വർക്ക് ചെയ്യുക. അത്രയൊക്കെ തന്നെയാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന പെർഫെക്ഷനും പിന്നെ ഓരോ വർക്കിനും പിന്നെ ഒരു സ്റ്റിച്ചിങ്ങിനും അല്ല നീറ്റിനും പിന്നെ നമ്മുടെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ളത് നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനെയും പിന്നെ നല്ല രീതിക്ക് തന്നെ നമ്മൾ കെയർ ചെയ്യണം മീൻ അവരോട് നല്ല രീതിക്ക് തന്നെ എന്താ പറയുക സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളും പിന്നെ ഓരോ മോഡൽസും കാര്യങ്ങളും മെറ്റീരിയലിനെ കുറിച്ചും റൈറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇപ്പം നമ്മളൊരു റൈറ്റ് ഒരു കസ്റ്റമറിന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത്രക്കുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കട്ടോ. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് മെറ്റീരിയൽസിൻ്റെ വില പിന്നെ റേറ്റ് കാര്യങ്ങൾ പിന്നെ ഈ ഒരു ലേസ് പിന്നെ ബട്ടണ് അങ്ങനെയുള്ള അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക പിന്നെ നല്ല രീതിക്ക് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിനോട് പിന്നെ അറിയിച്ചു കൊടുക്കട്ടോ. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സ് നമ്മളടുത്ത് വരുന്ന സമയത്ത് നമ്മൾ അതൊക്കെ ഒന്ന് സേവ് ചെയ്തെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് എന്തായാലും ഇൻഷാ അല്ലാഹ് പിന്നെ ഈ ഒരു ഫീൽഡിൽ നമ്മൾ മുന്നേറും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിൽ തന്നെ ഇറങ്ങുക, കുഴപ്പമൊന്നുമില്ല. നല്ല രീതിക്ക് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും കസ്റ്റമേഴ്സിന് കൊടുക്കാനും ഒക്കെ പറ്റും കേട്ടോ. ഫസ്റ്റ് ടൈം ഒന്നും പറ്റിയിട്ടില്ലെങ്കിലും പിന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നമ്മൾ ചെയ്തെടുക്കും. പിന്നെ ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മളെ അറിവിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും എളുപ്പമാക്കി കൊണ്ടുവരും. അങ്ങനെയുള്ളൊരു ഫീൽഡും കൂടിയാണ് കേട്ടോ. എന്നും ഒരേ രീതിക്ക് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യമൊന്നും ഈ ഒരു ഫീൽഡിലില്ല. നമുക്ക് എങ്ങനെയൊക്കെയാണോ പിന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു കാര്യങ്ങളിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എങ്ങനെ നമ്മൾ ചെയ്താലും നീറ്റോട് കൂടിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടപ്രകാരം പിന്നെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തു കൊടുക്കുക, അത്രമാത്രമേ ഉള്ളൂ. പിന്നെ ഏത് മെഷീൻ വേണം അങ്ങനെയുള്ളതൊന്നുമില്ല കേട്ടോ. സാധാ മെഷീനിലാണെങ്കിലും നമുക്ക് നല്ല നീറ്റായിട്ടൊക്കെ തന്നെ ചെയ്തെടുക്കുക. ഈ ഒരു പവർ മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കുക, അത്ര തന്നെ ഉള്ളൂ. പിന്നെ നമ്മുടെ സാധാ മെഷീനിൽ ആയ സമയത്ത് ഇപ്പോൾ ഞാനൊക്കെ ലെയേർഡ് ഫ്രോക്ക് പിന്നെ ഞെറിവിട്ടിട്ട് നമ്മുടെ നെറ്റിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്നത് മെഷീൻ വേണം എന്നാൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് ആരും ഇരിക്കരുത്. നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഓരോ സ്റ്റെപ്പ് അങ്ങനെ കയറിക്കൊണ്ടിരിക്കും കേട്ടോ. നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് വെച്ചിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പും കയറും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുക. എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗും അടുത്ത സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഈ ഒരു ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളും കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പിന്നെ കമൻറ്റിലൂടെ പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ എന്താണ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതും കൂടി കാണണ്ടേ. അപ്പോൾ ഈ ഒരു സ്കേർട്ടും ടോപ്പുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഒരു ടോപ്പ് നമ്മൾ ഫൈനൽ ചെയ്ത് കൊടുത്തത് ഈ ഒരു ലുക്കിലല്ല. രണ്ട് സൈഡിലും ആ ഒരു ഫ്ലവർ സെൻറ്ററിൽ വരുന്നതാ, അതിന് രണ്ട് സൈഡിലും നമ്മൾ വലിയ ഒരു ഫ്ലവറും കൂടെ പിന്നെ ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ലുക്ക് തന്നെയാണ്. പിന്നെ ഇതിന് നല്ല ക്ലിയർ ഉള്ളൊരു ഫോട്ടോ അവർ സെൻഡ് ചെയ്ത് തന്നിട്ടില്ല, അതാണ് ഞാനിതിൽ ആഡ് ആക്കാത്തത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.